പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നൽകിയ പേരുകൾ ഒഴിവാക്കി ശശി തരൂരിനെ യുഎസിലേക്കും യുകെയിലേക്കുമുള്ള നയതന്ത്ര സംഘത്തിന്റെ തലവനാക്കി. യുഎസ്, യുകെ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെയാണ് ശശി തരൂർ നയിക്കുക. സംഘത്തെ നയിക്കാനുള്ള ക്ഷണം അഭിമാനത്തോടെ സ്വീകരിച്ചുവെന്നാണ് തരൂരിന്റെ പ്രതികരണം. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ആഗോളതലത്തിൽ പരമാവധി ഒറ്റപ്പെടുത്തുകയാണ് വിദേശ പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം. ജോൺ ബ്രിട്ടാസ്, കനിമൊഴി എന്നിവരും സംഘത്തിലുണ്ടാകും. സംഘാംഗങ്ങൾ അടുത്തയാഴ്ച ഡൽഹിയിൽ യോഗം ചേരും. വിദേശമന്ത്രി എസ് ജയശങ്കർ ഇവരുമായി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര നീക്കവുമായി സഹകരിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ സംഘാംഗങ്ങളെക്കുറിച്ച് അതാത് പാർട്ടികളോട് ആലോചിക്കേണ്ടിയിരുന്നുവെന്നും ബ്രിട്ടാസ് പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശരിയായൊരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് സഹകരിക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഏതൊക്കെ രാജ്യത്തേക്ക് ആരൊക്കെ പോകുന്നു, ഓരോ ടീമിലുള്ള മെമ്പർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. പോകണമെന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു ആവശ്യം, റിക്വസ്റ്റ് വന്നിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഇന്ത്യയിലില്ല. പാകിസ്ഥാന്റെ അതിരു കടക്കുന്ന ഭീകരവാദത്തിന് അതിരുകളില്ലാത്ത പിന്തുണ കിട്ടുമോ ഇന്ത്യക്ക് എന്നതാണ് അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, എന്തായാലും ഈ സംഘത്തെ നയിക്കുവാനുള്ള, രണ്ട് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കുവാനുള്ള ചുമതല ശശി തരൂർ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ സമ്മതം ഇക്കാര്യത്തിൽ തരൂരിന് കിട്ടിയിട്ടില്ല എന്ന കാര്യം ഉറപ്പിക്കാൻ പറ്റുമോ ഇപ്പോൾ? അതോ കോൺഗ്രസ് 4 പേരുകൾ നിർദ്ദേശിച്ചു, പക്ഷേ ആ പേരുകൾ കൂടാതെ തരൂരിനെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നാണ്? മഞ്ജുഷ, നമുക്ക് അതിലേക്ക് കടക്കാൻ തൊട്ടു മുമ്പ് തന്നെ ഇന്ത്യ അസാധാരണമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. സർവകക്ഷി സംഘത്തെ ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കും അയക്കുക. അവിടെയെല്ലാം അയച്ചിട്ട് പാകിസ്ഥാൻ ഭീകരതയുടെ നഴ്സറിയും ഫാക്ടറിയുമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക. ഇന്ത്യയുടെ പോരാട്ടം പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ ആയിരുന്നില്ല. ഇന്ത്യയുടെ പോരാട്ടം ലോകം 2001 അംഗീകരിച്ച ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്ന ലക്ഷ്യത്തിലായിരുന്നു. 9 ഭീകര താവളങ്ങളിലേക്കാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അതിന് പ്രതികാരമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത്. പാകിസ്ഥാൻ അപ്പോൾ ഈ ഭീകരർക്ക് താവളമൊരുക്കുകയും അവർക്ക് പ്രതിരോധമൊരുക്കുകയും ചെയ്യുന്നു. ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ വിഷയത്തിൽ ഇന്ത്യ ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് സർവകക്ഷി സംഘത്തെ അയക്കുന്നത്. ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നീക്കമാണെങ്കിൽ ഇന്ത്യക്കകത്ത് ബിജെപിയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരും അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അവർ തന്ത്രപരമായി കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്നൊരു നീക്കം കൂടി നടത്തിയിട്ടുണ്ട്. ആ വലയിലേക്ക് കോൺഗ്രസ് വീണു എന്ന് വേണം കരുതാൻ. കോൺഗ്രസിന്റെ നേതാക്കളോട് പ്രധാനമായും ആവശ്യപ്പെടുന്നു, പ്രതിപക്ഷ നേതാവിനോടും കോൺഗ്രസിന്റെ അധ്യക്ഷനോടുമൊക്കെ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെ ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 4 പ്രധാനപ്പെട്ട എംപിമാരുടെ ലിസ്റ്റ് നിങ്ങൾ തരണം. ഈ നയതന്ത്ര ആവശ്യത്തിന് വേണ്ടി ലോകരാജ്യങ്ങളിൽ പോകാനാണ്, അതിന് പ്രാപ്തിയുള്ള 4 പേരുടെ ലിസ്റ്റ് തരണം എന്ന് ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് ഈ 4 പേരുടെ ലിസ്റ്റ് കൊടുക്കുന്നു. ആനന്ദ് ശർമ്മയുടെയും ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള 4 എംപിമാരുടെ ലിസ്റ്റ് കൊടുക്കുന്നു. ഇതിനിടയിൽ സമാന്തരമായി തന്നെ കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റെ 3 എംപിമാരെ 3 പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെടുന്നു. ഒന്ന് ശശി തരൂരുമായി ബന്ധപ്പെടുന്നു, സൽമാൻ ഖുർഷിദുമായി ബന്ധപ്പെടുന്നു, അതോടൊപ്പം തന്നെ മനീഷ് തിവാരിയുമായി ബന്ധപ്പെടുന്നു. ഈ 3 പേരും ഈ രംഗത്ത് പ്രഗത്ഭരായ 3 ആളുകളാണ്. വിദേശകാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഈ 3 പേരുടെയും പ്രധാനപ്പെട്ട പ്രത്യേകത, 3 പേരും ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അടക്കത്തിന്റെ നേതൃത്വം നൽകുന്ന ആ ടീമിനോട് പലതരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചവരോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള പരസ്യമായ വിയോജിപ്പ് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പ്രകടിപ്പിച്ച 3 നേതാക്കളാണ്. ഈ നേതാക്കളിൽ സൽമാൻ ഖുർഷിദ് പറയുന്നു, ഞാൻ പാർട്ടിയുമായി ആലോചിച്ചതിന് ശേഷം ഞാൻ മറുപടി നൽകാം എന്ന് പറയുന്നു. അത് അദ്ദേഹം പിന്നീട് പരസ്യമാക്കുകയും ചെയ്യുന്നു. മനീഷ് തിവാരിയുടെ ഭാഗത്ത് എന്താണ് പ്രതികരണം ഉണ്ടായതെന്ന് വ്യക്തമല്ല. ശശി തരൂരിന്റെ കാര്യത്തിൽ അനുകൂലമായ പ്രതികരണം ഉണ്ടായി എന്ന് വേണം കരുതാൻ. എന്തായാലും ഇന്ന് രാവിലെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായ ലിസ്റ്റ് പുറത്തുവിടുന്നു. ആരൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ള പുറത്തുവിടുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് നൽകിയ പേരുകളല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശശി തരൂരിന്റെ അടക്കം പേരുകൾ, ശശി തരൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്തിന്റെ തലവനായി തന്നെ, എന്നാൽ 7 പേരുടെ സംഘത്തലവന്മാരെ നിശ്ചയിക്കുമ്പോൾ യുകെയും യുഎസും അടക്കമുള്ള 5 രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധം പുലർത്തേണ്ട അല്ലെങ്കിൽ അവരുമായി നയതന്ത്ര പ്രതിനിധി സംഘത്തിലെ ഇന്ത്യ തലവനായിട്ടാണ് ശശി തരൂരിനെ നിയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് രവിശങ്കർ പ്രസാദിന്റെ പേര് പോലും വരുന്നത്. തരൂരിന് ഏറ്റവും മുഖ്യ പ്രാമുഖ്യം നൽകുന്നു. അങ്ങനെ ശശി തരൂരിന്റെ പേര് ലിസ്റ്റ് പുറത്തുവിടുന്നു. ആ സമയത്ത് കോൺഗ്രസ് ചെയ്തത്, കോൺഗ്രസ് നൽകിയ പേരുകൾ 4 പേരുടെ ലിസ്റ്റ് ജയറാം രമേശ് പുറത്തുവിടുന്നു.
അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, തരൂരിന്റെ പേര് കോൺഗ്രസ് പുറത്ത് നൽകിയില്ല എന്നുള്ളത് കോൺഗ്രസ് പുറത്തുവിട്ടില്ലെങ്കിൽ അല്പശേഷം കഴിഞ്ഞ BJPയോ കേന്ദ്ര സർക്കാരോ പുറത്തുവിടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മുൻകൂട്ടി പുറത്തുവിട്ടതാണെന്ന് പറയുന്നു. അതല്ല, ആ സമയത്ത് തരൂരിന്റെ പേര് വന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസിന് ഒരു പത്രക്കുറിപ്പിറക്കിയ പ്രതികരണമൊക്കെ നടത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ മുഖം രക്ഷിക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഞങ്ങൾ നൽകിയ പേര് ഇതല്ല എന്നുള്ളത് കൊണ്ട് പുറത്തു വരുന്നു. സ്വാഭാവികമായും അപ്പോൾ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച, ഇന്ത്യ യോജിച്ചു നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ വിടുമ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് വിടേണ്ട ഒന്നാമത്തെ പേരുകാരനോ അല്ലെങ്കിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ 4 പേരുടെ പേര് വരുന്നെങ്കിൽ ആ 4 പേരിൽ ഉൾപ്പെടേണ്ട ആളല്ലേ ശശി തരൂർ? സ്വാഭാവികമായും ഉൾപ്പെടേണ്ട ആളാണ് എന്നുള്ളതാണ് ഒരു ഏത് മനുഷ്യനും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം ഉള്ളൊരു സാമാന്യ ബോധ്യം. അതുതന്നെയാണ്, ശശി തരൂരിന്റെ പേര് കൂടി ഉൾപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് ഉൾപ്പെടുത്തില്ല. കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോൺഗ്രസ് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പല്ല അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം ശശി തരൂരിന്റെ പ്രതികരണം ട്വിറ്ററിൽ വന്നത് അഭിമാനത്തോടെ ഈ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ കിരൺ, സൽമാൻ ഖുർഷിദിനെ ജപ്പാനിലേക്കുള്ള സംഘത്തിലെ അംഗമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആണല്ലോ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും വെട്ടിലായിരിക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങളുമായി സംസാരിക്കുമ്പോൾ തരൂരിനെ പോലെയോ സൽമാൻ ഖുർഷിദിനെ പോലെയോ ഉള്ളവരെയോ ഒഴിവാക്കുന്നത് അത് കോൺഗ്രസിനെ സ്വയം പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണല്ലോ. അത് തന്നെയാണ് ശ്രീ മഞ്ജുഷ. അതിനകത്ത് ആനന്ദ് ശർമ്മ ഒഴികെയുള്ള മറ്റ് 3 പേരുകളും ഈ സൽമാൻ ഖുർഷിദിന്റെയോ അല്ലെങ്കിൽ ശശി തരൂരിന്റെ പേര് കഴിഞ്ഞു വരേണ്ട പേരുകളാണ്. കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ വിശാലമായ ഒരു രാജ്യ താല്പര്യം കണക്കിലെടുത്ത് ഈ മേഖലയിൽ പ്രഗത്ഭരായ ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ഒരു സാമാന്യ മര്യാദ. അതിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു. അത് ചർച്ചയാവുകയും ചെയ്യും. BJP ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. BJP അത് വളരെ ഫലപ്രദമായി തന്നെ കോൺഗ്രസിന് ഇവരുടെ പേര് നൽകിയാലും അതിനു മുമ്പ് തന്നെ BJP നേതാക്കളെയൊക്കെ ബന്ധപ്പെടുകയും ഞങ്ങളുടെ കെയർ ഓഫിലാണ് എന്നുള്ള തരത്തിലേക്കുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരുടെ പേര് പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ആ കുരുക്കിലേക്ക് BJP സമർത്ഥമായി ഒരുക്കിയ ഒരു കുരുക്കിലേക്ക് കോൺഗ്രസ് വീഴുകയായിരുന്നു എന്ന് പറയുന്നത്. വിവരങ്ങൾ നൽകിയത്. ശശി തരൂരിനെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കേന്ദ്ര സംഘത്തിന്റെ തലവനാക്കിയതിൽ കോൺഗ്രസിന്റെ സമ്മതമില്ലായിരുന്നു. കോൺഗ്രസ് ആ പേര് നിർദ്ദേശിച്ചിരുന്നില്ല. നൂർഖാൻ അടക്കം തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് സൈനിക മേധാവി ഇക്കാര്യം പുലർച്ചെ വിളിച്ചറിയിച്ചിരുന്നതാണെന്നും പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. സംഘർഷത്തിൽ ഇന്ത്യ തകർത്തത് 600 ഡ്രോണുകളാണെന്നും പാകിസ്ഥാൻ സമ്മതിച്ചു. അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം അടച്ച അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്നലെ അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു. ഒടുവിൽ ഇന്ത്യയുടെ സൈനിക ശക്തി പാക് പ്രധാനമന്ത്രിയും സമ്മതിക്കുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാക് സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമസേന താവളത്തിൽ മിസൈൽ പതിച്ചുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. മെയ് 10 പുലർച്ചെ 2:30 സൈനിക മേധാവി അസിം മുനീറാണ് ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്നും ഇസ്ലാമാബാദിൽ സൈനിക ഉദ്യോഗസ്ഥരെയും പൗരപ്രമുഖരെയും അഭിസംബോധന ചെയ്ത് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. എത്ര തിരിച്ചടി ഉണ്ടായാലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന പാകിസ്ഥാന്റെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ. हम जवाब देंगे 9:10 की दरमियानी रात में तकरीबन 2:30 बजे सिपह सलार जनरल सईद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं, एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. പ്രസംഗത്തിൽ അസിം മുനീറിന്റെ ഫോൺ കോൾ രണ്ടാമത് വന്ന കാര്യം ഷഹബാസ് ഷെരീഫ് വിശദീകരിക്കുന്നുണ്ട്. ആ സമയം താൻ നീന്തുകയായിരുന്നു. കനത്ത തിരിച്ചടി നൽകിയതോടെ വെടിനിർത്തലിന് ഇന്ത്യ അഭ്യർത്ഥിച്ചെന്ന് അസിം മുനീർ അറിയിച്ചെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. സംഘർഷത്തിൽ പാക് സൈന്യം നേടിയ ആധിപത്യം ലോകമെമ്പാടും ചർച്ച ചെയ്യുകയാണെന്ന വീരവാദവും പാക് പ്രധാനമന്ത്രി നടത്തി. सुबह का वक्त था, मुझे सुबह में फजर के बाद मैं स्विमिंग करता हूं, तो मैं एहतियातन अपना सिक्योर फोन साथ ले गया और मैंने ज़िया को कहा कि ज़िया यार, अगर कोई घंटी बजे तो मुझे फौरन बताना. एज लक वुड हैव इट, वो घंटी बजी तो जनरल आसिम मुनीर लाइन पर थे. कहने लगे कि वज़ीर-ए-आज़म, हमने बड़ा भरपूर उनको जवाब दिया है. ഇതിൽ വെടിനിർത്തലിന് ഇന്ത്യ ആവശ്യപ്പെട്ടുവെന്നതും ഇന്ത്യൻ സൈന്യത്തിനുമേൽ ആധിപത്യം നേടിയെന്നതും പാകിസ്ഥാന്റെ അവകാശവാദവും പതിവ് പോലെ വ്യാജ പ്രചാരണവും മാത്രമാണ്. പാക് DGMOയാണ് ചർച്ചയ്ക്ക് വന്നതെന്ന്
വെടിനിർത്തൽ പ്രഖ്യാപിച്ച മെയ് 10 വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ നൂർഖാൻ അടക്കം 11 വ്യോമസേനാ താവളങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട പാകിസ്ഥാന്റെ 600-ലധികം ഡ്രോണുകളാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. ഇന്ത്യൻ സംവിധാനങ്ങളെ മറികടന്നത് വിരലിലെണ്ണാവുന്നത് മാത്രം. ഉധംപൂർ, പഠാൻകോട്ട് വ്യോമസേനാ താവളങ്ങൾക്ക് ചെറിയ കേടുപാട് സംഭവിച്ചു എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചതുമാണ്. അതിനിടെ 23 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അട്ടാരി ചെക്ക് പോസ്റ്റ് തുറന്നു. ഇതോടെ അതിർത്തിയിൽ കുടുങ്ങിയ അഫ്ഗാൻ ലോറികൾ ചരക്കുമായി ഇന്ത്യയിൽ പ്രവേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് അതിർത്തി തുറന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇഡിയുടെ കേസ് ഒഴിവാക്കുന്നതിന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഇഡി ഉദ്യോഗസ്ഥൻ തന്നെ ഒന്നാം പ്രതി. കൊച്ചി ഇഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് ഇടനിലക്കാർ പണം ആവശ്യപ്പെട്ടതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ വ്യവസായിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെ തന്റെ ഏജന്റുമാരെ ഉപയോഗിച്ച് വലിയ പണപ്പിരിവിനാണ് ശേഖർ കുമാർ ലക്ഷ്യമിട്ടത്. സമാനമായ ഇടപെടലുകൾ മറ്റു കേസുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ശേഖർ കുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ അറസ്റ്റിലായ ഏജന്റുമാരായ എറണാകുളം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവർ റിമാൻഡിലാണ്. കേസുമായി ബന്ധപ്പെട്ട് ഒരു ചാർട്ടേഡ് അക്കൌണ്ടന്റിനെ കൂടി വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും മൊബൈൽ ഫോണുകളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ച ശേഷമാണ് വിജിലൻസ് ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിയത്. കൊട്ടാരക്കര സ്വദേശിയും കശുവണ്ടി വ്യവസായിയുമായ പരാതിക്കാരന് കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യാജരേഖകൾ കാണിച്ച് പണം കൂടുതലും വിദേശത്താണ് ഉപയോഗിച്ചതെന്നും കാട്ടി കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും 2024 സമൻസ് ലഭിച്ചിരുന്നു. തുടർന്ന് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ബിസിനസ് രേഖകളും കണക്കുകളും ഹാജരാക്കാനും ഇല്ലെങ്കിൽ കേസെടുക്കുമെന്നും ശേഖർ കുമാർ ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷമാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ ഉള്ളത്. മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. സൈലന്റ് വാലി മേഖലയിൽ നിന്നുള്ള കടുവ തന്നെയാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. DFO ധനിക് ലാലിന്റെ സ്ഥലം മാറ്റം ദൌത്യത്തെ ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പ്രതികരിച്ചു. ദൌത്യം പുരോഗമിക്കവെയാണ് നിലമ്പൂർ സൗത്ത് DFOയെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയത്. അരുൺ സക്കറിയയുടെ പ്രതികരണത്തിലേക്ക്. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്, കുഴപ്പമില്ല. അത് ഗവൺമെൻറ് തീരുമാനമല്ലേ, ഡിസിഷൻസ് അല്ലേ. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ദാറ്റ് പ്രോസസ്. CV അനുമോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെ കടുവയെ സ്പോട്ട് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അരുൺ സക്കറിയ ദൌത്യത്തെക്കുറിച്ച് പറയുന്നത്? മഞ്ജുഷ, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ദൗത്യം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഗഫൂറിനെ കൊന്ന അതേ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സൈലന്റ് വാലി മേഖലയിൽ നിന്നുള്ള കടുവയാണെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി 1 എന്നാണ് ഈ കടുവയെ വനംവകുപ്പ് വിശേഷിപ്പിക്കുന്നത്. മുൻപ് വനംവകുപ്പിന്റെ പട്ടികയിൽപ്പെട്ട കടുവ തന്നെയാണ് ഇതെന്നും വനംവകുപ്പ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ദൃശ്യം പതിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുവാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ്. കൂടുതൽ സന്നാഹങ്ങളുമായി സംവിധാനങ്ങളുമായി ഇതിനോടകം തന്നെ ഇപ്പോൾ ആ മേഖലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കുങ്കിയാനകളെ അവിടേക്ക് കൊണ്ടുപോകുന്ന കാര്യം അല്പസമയത്തിനകം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. നേരത്തെ കടുവ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതും ഈ ഒരു ദൗത്യത്തിൽ വലിയ തലവേദന തീർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഒരു മേഖല കേന്ദ്രീകരിച്ച് ഈ ഉദ്യോഗസ്ഥരെയും തെരച്ചിലിനുള്ള ദൗത്യസേനാംഗങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം ഒരു മേഖലയിലേക്ക് ക്രോഡീകരിക്കുവാൻ വനംവകുപ്പിന് ഇതോടെ സാധിക്കും. അതുതന്നെ ഈ ഒരു മേഖലയ്ക്ക് ഈ ഒരു ദൗത്യത്തിന് ഒരു പുതിയ വേഗം ഇതോടെ ലഭിക്കുന്നുവെന്ന് അരുൺ സക്കറിയ പറഞ്ഞു. അതേസമയം ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സൗത്ത് DFO ധനിക് ലാലിൻ്റെ സ്ഥലമാറ്റം അത് ദൗത്യത്തെ ബാധിക്കാനുള്ള വലിയ ഒരു സാധ്യതയുമുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ ഒരു ദൗത്യത്തെ നയിക്കുന്നത്. ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, ഈ മേഖലയിലെ ദൗത്യ സേനാംഗങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, കൃത്യമായി ഈ മേഖലയെക്കുറിച്ച് അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ധനിക് ലാൽ. അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഈ ഒരു ദൗത്യം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് സ്ഥലമാറ്റ ഉത്തരവ് വന്നത് ഈ ദൗത്യത്തെ ബാധിക്കുമെന്നൊരാശങ്ക ഈ ദൗത്യത്തിൽ പ്രധാന റോൾ വഹിക്കുന്ന അരുൺ സക്കറിയ അതിനെ പങ്കുവയ്ക്കുമ്പോൾ അത് വലിയ ആശങ്ക തീർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കുന്നുണ്ട്. മഞ്ജുഷ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ.
ഭൂരിഭാഗം അഭിഭാഷകരും ഒപ്പം നിന്നില്ലെന്ന പരാതിയുമായി വഞ്ചിയൂർ കോടതിയിൽ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിന് ഇരയായ അഡ്വക്കേറ്റ് ശ്യാമിലി. ബാർ അസോസിയേഷനിൽ ഭൂരിപക്ഷവും കാര്യമെന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ശ്യാമിലി പറഞ്ഞു. തന്റെ കാലുകൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായം. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായതായും കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും അഡ്വക്കേറ്റ് ശ്യാമിലി പറഞ്ഞു. അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ശ്യാമിലിയുടെ പ്രതികരണം. ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഇതിപ്പോ ഞാൻ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. എന്താണ് സ്വന്തം ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. അഡ്വക്കേറ്റ് ശ്യാമിലിയെ മർദ്ദിച്ച ബെയിലിൻ ദാസിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ. ഇരയുടെ രഹസ്യമൊഴി എടുത്തിട്ടില്ലെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദം ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാറുള്ള കാര്യവും അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനു വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ജാമ്യാപേക്ഷയിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്യാമിലിയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിലാണ് വാദം പൂർത്തിയായിട്ടുള്ളത്. വി അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വിധി ഉണ്ടാകുമോ? അല്പസമയത്തിനകം വിധി ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം കോടതി ചേരുമ്പോൾ പരിഗണിക്കാനാണ് സാധ്യത. വിശദമായ വാദപ്രതിവാദമാണ് ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഉണ്ടായത്. ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതിന് കാരണമായി പറഞ്ഞത് പ്രതി നിയമം അറിയാവുന്നയാളാണ്, പ്രതിക്ക് വലിയ സ്വാധീനമുള്ളയാളാണ്, പ്രതിയുടെ ജൂനിയറാണ് ഈ അഭിഭാഷക. സ്വാഭാവികമായും കേസ് അട്ടിമറിക്കാനും ഇതിലിടപെടാനും പ്രതിക്ക് കഴിയും. മാത്രമല്ല ഈ ഇരയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടില്ല. അതിനു മുമ്പ് പ്രതി പുറത്തു വന്നാൽ ഒരുപക്ഷെ അതിനെ പോലും സ്വാധീനിച്ചേക്കാമെന്നും പറഞ്ഞു. കോടതിയും ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് ഇരയുടെ അനുവാദമില്ലാതെയാണ് അവരുടെ ശരീരത്തൊട്ടത്. സാധാരണഗതിയിൽ ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സീനിയർ അഭിഭാഷകനുണ്ട്. അതിവിടെ ഉണ്ടായിട്ടില്ല. നേരത്തെയുള്ള സുപ്രീം കോടതി വിധി അടക്കം പറഞ്ഞുകൊണ്ട് ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം തന്നെ കോടതികൾ നൽകിയിട്ടുണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ ഒന്നുകൂടി പരിശോധിക്കട്ടെ, അതിനുശേഷം വിധി പറയാമെന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു കോടതി. മാത്രമല്ല ഈ പ്രകോപനം ഉണ്ടാക്കിയത് ശ്യാമിലിയാണ്. തൻ്റെ കക്ഷിക്ക്, അതായത് പ്രതിക്ക് മർദ്ദനമേറ്റിരുന്നു, മറ്റു വഴികളില്ലാതെ ഇത്തരമൊരു സംഭവം ഉണ്ടായതാണ് തുടങ്ങിയ വാദങ്ങൾ, ഇന്നലെയുള്ള അതേ വാദങ്ങൾ തന്നെ ഇന്നും പ്രതിഭാഗം ആവർത്തിച്ചു. ഏതായാലും കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഈ ജാമ്യം നൽകില്ലേ എന്ന തോന്നൽ നമുക്കിപ്പോൾ ഉണ്ടാകും. പക്ഷേ കോടതി അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. വിശദമായി പരിശോധിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം വിധി പറയാമെന്നാണ് ഈ കേസിൽ പറയുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സമിതി അംഗം എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. കെ രാഗേഷിന്റെ ഒഴിവിലാണ് നിയമനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുഖം മിനുക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് പ്രദീപ് കുമാറിന്റെ നിയമനം. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്. മെസ്സിയുടെ കാസർഗോഡ് അമ്പലത്തറയിൽ 14-കാരിയെ കൊന്ന പ്രതി 15 വർഷത്തിനു ശേഷം പിടിയിലായി. ബാപ്പുക്കയം സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 2011 പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം അജ്ഞാത മൃതദേഹമെന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. വയനാട്ടിൽ നിന്നാണ് ബിജു പൗലോസ് പിടിയിലായത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ യുവാവിന്റെ കൊലപാതകത്തിൽ ബന്ധു ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. മരിച്ച ജോബിയുടെ സുഹൃത്ത് വിശാഖ്, ബന്ധു റെജി എന്നിവരാണ് പ്രതികൾ. മദ്യലഹരിയിലാണ് ആക്രമണം നടന്നത്. രക്തം വാർന്നാണ് ജോബി മരിച്ചത്. റെജിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം വിശാഖ് പുറത്തേക്ക് പോയി. പിന്നാലെ ഫോണിലൂടെ അസഭ്യം പറഞ്ഞതാണ് പ്രകോപനമായത്.
തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് കുത്തേറ്റു. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് കണ്ടക്ടർ ബിനോയ്ക്ക് കുത്തേറ്റത്. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി ബാബുരാജ് ഉണ്ണികൃഷ്ണനെ ഫോർട്ട് പോലീസ് പിടികൂടി. ഗുരുതരമായി പരിക്കേറ്റ ബിനോയ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗാസയിൽ കനത്ത വ്യോമാക്രമണം തുടർന്ന് ഇസ്രയേൽ. കുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായ പരുക്കുണ്ട്. യമനിലെ 2 തുറമുഖങ്ങളും ഇസ്രയേൽ ആക്രമിച്ചു. വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിച്ചത്. ജബാലിയ അഭയാർത്ഥി ക്യാമ്പ്, ബൈത്തുലാഹിയ, ദെയ്ർ അൽ ബല, ഖാൻ യൂനിസ് എന്നിവ ഉൾപ്പെടെ വടക്കൻ തെക്കൻ ഗാസയിലെ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ. ആന്റി ടാങ്ക് മിസൈൽ പോസ്റ്റുകൾ, നിരീക്ഷണ കോമ്പൗണ്ടുകൾ, മറ്റ് സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട തുടർച്ചയായ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഭക്ഷണവും കുടിവെള്ളവും മരുന്നും ഇന്ധനവും അടക്കമുള്ള സകല വസ്തുക്കളുടെയും വിതരണത്തിനുമേൽ ഇസ്രായേൽ നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ വ്യോമാക്രമണവും കൂടി ശക്തമാക്കിയതോടെ ബൈത്തുലാഹിയ പട്ടണത്തിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100 കണക്കിന് പേർ പലായനം ചെയ്തു. ഇതിനു പുറമെ യമനിലെ 2 തുറമുഖങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സഹായ വിതരണത്തിന് മേലുള്ള ഉപരോധമടക്കം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി UN മനുഷ്യാവകാശ ഓഫീസ് വക്താവ് ജെറമി ലോറൻസ് പറഞ്ഞു. ആക്രമണങ്ങൾക്ക് നേരിട്ട് സ്വാധീനമുള്ള 3ാം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ എല്ലാ കക്ഷികളോടും ആക്രമണങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട 58 ബന്ദികളുണ്ടെന്നും ഇതിൽ 23 പേർ ജീവനോടെ ഉണ്ടെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഇവരെ വിട്ടുകിട്ടുക, തട്ടിക്കൊണ്ടുപോയ സൈനികരെ മോചിപ്പിക്കുക, ഹമാസിനെ പരാജയപ്പെടുത്തുക എന്നിവ ഉൾപ്പെടെ യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിനായി ഗാസ മുനമ്പിലെ പോരാട്ടം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു ആക്രമണങ്ങളെന്ന് ഇസ്രായേൽ സൈന്യം ടെലിഗ്രാമിലൂടെ വ്യക്തമാക്കി. എന്നാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ US-നെതിരെയും ട്രംപിനെതിരെയും പ്രതിഷേധം കനക്കുകയാണ്. ട്രംപിന്റെ പശ്ചിമേഷ്യ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് ആക്രമണമെന്നും വെടിനിർത്തലിനെ കുറിച്ചും ഗാസ സഹായ വിതരണം പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചും ചർച്ച നടത്താതെയാണ് ട്രംപ് പശ്ചിമേഷ്യ സന്ദർശനം അവസാനിപ്പിച്ചതെന്നുമാണ് ആരോപണം. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. പോസ്റ്റൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ G. സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് സർക്കാർ തലപ്പത്ത് നിന്നെന്ന് സൂചന. ഇന്നലെ തന്നെ കേസെടുക്കണമെന്ന നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയിരുന്നു. ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കിട്ടിയതും സർക്കാർ തലപ്പത്ത് നിന്ന് തന്നെയാണ്. ഉന്നതതല നീക്കത്തിന് പിന്നിൽ സുധാകരനെ വരുതിയിലാക്കാനുള്ള ശ്രമമാണെന്നും ആരോപണമുണ്ട്. G. സുധാകരനെ ലക്ഷ്യം വെച്ച് H. സലാം MLA രംഗത്തെത്തി. കണ്ടാൽ അറിയാത്തവർ കൊണ്ടാൽ അറിയുമെന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ്. അനാവശ്യങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തതുകൊണ്ടോ പറയാൻ അറിയാത്തതുകൊണ്ടോ അല്ല. അവശേഷിക്കുന്ന ബഹുമാനം ഇനിയും കളഞ്ഞു കുളിക്കരുതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ H. സലാം വിമർശിക്കുന്നുണ്ട്. ശാസ്ത്രലോകത്ത് പുതുചരിത്രങ്ങൾ കുറിക്കുന്ന ഇന്ത്യ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഇനി ലക്ഷ്യമിടുന്നത്. കടലിൽ 6000 മീറ്റർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സമുദ്രയാൻ എന്നാണ് പുതിയ മിഷന് പേരിട്ടിരിക്കുന്നത്. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഗവേഷണങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കടലിന്റെ മേൽത്തട്ടിൽ നിന്ന് 6 കിലോമീറ്റർ താഴത്തേക്കാണ് സമുദ്രയാൻ മിഷൻ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന പ്രത്യേക പേടകം ഇന്ത്യ ഇതിനായി വികസിപ്പിച്ചു കഴിഞ്ഞു. 3 പേരെ വഹിക്കാൻ ശേഷിയുള്ള പേടകത്തിന് മത്സ്യ എന്നാണ് പേരിട്ടിരിക്കുന്നത്. 25 ടൺ ഭാരമുള്ള മത്സ്യ ടൈറ്റാനിയം ലോഹം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടലിനടിയിലെ അതീവ സമ്മർദ്ദത്തെയും തണുപ്പിനെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് മത്സ്യയുടെ രൂപകൽപ്പന. ജീവശാസ്ത്രവും ഭൗമശാസ്ത്രപരവുമായ സാമ്പിളുകൾ ശേഖരിക്കുന്നതും അടിത്തട്ടിലെ പരിസ്ഥിതി നിരീക്ഷണവുമാണ് സമുദ്രയാന്റെ പ്രധാന ദൗത്യം. അടിത്തട്ടിലെ ധാതു വിഭവങ്ങളെക്കുറിച്ചുള്ള പഠനവും മിഷന്റെ ഭാഗമാണ്. സമുദ്രയാൻ നിലവിൽ പ്രാരംഭഘട്ടത്തിലാണ്. മിഷന്റെ ഭാഗമായി കടലിലേക്ക് 500 മീറ്റർ ടെസ്റ്റ് ഡൈവ് ഈ വർഷം അവസാനം നടത്തും. പിന്നാലെ ഘട്ടം ഘട്ടമായി 6000 മീറ്റർ ആഴത്തിലേക്കെത്തും. 2026 അവസാനത്തോടെ മിഷൻ നടപ്പാക്കുമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഡയറക്ടർ ബാലാജി രാമകൃഷ്ണൻ പറഞ്ഞു. സമുദ്രത്തിനടിയിലെ ജൈവവൈവിധ്യം
കാലാവസ്ഥാ വ്യതിയാനം, അടിത്തട്ടിലെ അപൂർവ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും സമുദ്രയാനിലൂടെ ഇന്ത്യ ശേഖരിക്കും. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ സമുദ്രാടിത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, News 18.